എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്ന ഒരു കർക്കിടക കഞ്ഞിയാണ്. വളരെ ഔഷധ ഗുണമേറിയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനാദ്യമായിട്ട് വേണ്ടത് അരിയാണ്. പൊടിയരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടതാണ് കഞ്ഞിമരുന്ന്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് പൊടിയരി. ഇത് നമ്മുടെ പാടത്ത് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അരിയാണ്. ഇതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളവും എടുക്കുന്നത്. പിന്നെ വേണ്ടതാണ് നമുക്ക് കഞ്ഞിമരുന്ന്. ഇതിൽ മല്ലി, ഏലക്ക, ജീരകം തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു കഞ്ഞി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വിറകടുപ്പിലാണ്. അതിനുവേണ്ടി ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളിയിലാണ് ഈ ഒരു കഞ്ഞി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉരുളി അടുപ്പത്തോട്ട് വെക്കുകയാണ്. ഉരുളി നന്നായി ചൂടായ ശേഷം നമുക്കിതിലോട്ട് വെള്ളമാണ് ചേർക്കുന്നത്. ആദ്യമായിട്ട് വെള്ളം ഞാനിവിടെ 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം. കാരണം നമ്മൾ വിറകടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ 3 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാവും. ഇപ്പോൾ ദേ ഉരുളിയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ഞാനിതിലോട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചു വരണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. ഇപ്പോഴത്തേക്ക് അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരി ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇതുമായിട്ട് യോജിച്ച് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഇതിന് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിനി കഞ്ഞിമരുന്ന് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കഞ്ഞിമരുന്നാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് കട്ടയില്ലാതെ നന്നായി കഞ്ഞിയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് യോജിച്ച് വരുന്നതാണ് കറക്റ്റ് പാകം. കൈവിടാതെ ഇളക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിനി ഉപ്പ് ചേർക്കുന്നത്. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിത് ഉപ്പിന് ചേർക്കാനായിട്ട് പോവുകയാണ്. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് ഇളക്കിയ ശേഷം ആ ഉപ്പൊക്കെ നന്നായി, നമ്മൾ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്നത് ആ ഉപ്പൊക്കെ നന്നായി മെൽറ്റ് ആവുന്ന ഒരു വെയിറ്റ് ചെയ്ത ശേഷം നമ്മളത് വാങ്ങി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഞ്ഞിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ ചൂടായ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഈ ചൂടായ നെയ്യിലോട്ട് നമ്മൾ ഒരു 6 7 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ചെറിയുള്ളി നെയ്യുമായി കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടിത് കൈവിടാതെ ഇളക്കി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം ആയി വരുന്നുണ്ട്. ഇനി ഒരു കുറച്ചുകൂടെ നമുക്ക് കളറൊന്ന് മാറ്റം വരാനുണ്ട്. അതോട് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ കഞ്ഞിയിലോട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയിലോട്ട് മാറ്റാവുന്നതാണ്. ഇത് വളരെ ഔഷധ ഗുണമേറിയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്